വെൽക്കം ടു ഇമ്പർ. സോ നമ്മൾ നോക്കാൻ പോകുന്നത് മിക്സിംഗ്, ഇൻഡസ്ട്രിയൽ മിക്സിംഗ് എങ്ങനെയാണ്, ഇളകട്ടെ അങ്ങോട്ട് ഇളകട്ടെ എന്നൊക്കെ പറയുന്ന പോലെ മിക്സിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ബേസിക്കലി മിക്സിംഗ് എന്താണ് ഉദ്ദേശിക്കുന്നത്, മിക്സ് ചെയ്യാന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ പുട്ടിന് നമ്മൾ എന്താണ് തേങ്ങയും ഒക്കെ ഇടില്ലേ, ഉപ്പ് കൂടില്ലേ, എന്താ മിക്സ് ചെയ്യുന്നത്, അത് ഈക്വലി എല്ലാവരും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ടല്ല, അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. സോ നമുക്ക് കുറച്ച് മെഷീൻസ് നമുക്ക് നോക്കാം. ട്വിൻ ഷെൽ ബ്ലെൻഡർ. സോ ബേസിക്കലി ട്വിൻ ഷെൽ ബ്ലെൻഡർ എന്ന് പറഞ്ഞാൽ വി ഷേപ്പ് ആയിട്ടുള്ള കണക്ട് ചെയ്തിട്ടുള്ള ബ്ലെൻഡറാണ്. ഇങ്ങനെ ഉണ്ടാവുക, മിക്സി ഒന്നും അല്ല കേട്ടോ, ഇതുപോലെ കാണുന്ന മിക്സി ഒന്നും അല്ല. സോ വി ഷേപ്പ് കണക്ടർ ആണ്. സോ കൺസ്ട്രക്ഷൻ പറയുകയാണെങ്കിൽ രണ്ട് ബ്ലെൻഡ് ഷേപ്പ് അല്ലെങ്കിൽ ബ്ലെൻഡ് ഷെൽ ഓഫ് വി ഷേപ്പ് ഒരു ബാസ് നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തൊരു ഇൻലെറ്റ് ഉണ്ട്, ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം പ്രോപ്പർ മിക്സിംഗ് ആണ് ചെയ്യുന്നത്. വർക്കിംഗ് പറയുവാണെങ്കിൽ മെറ്റൽ സ്പ്ലിറ്റ് ആൻഡ് റീകോമ്പിൻ ആസ് ഫ്രീ ഫോൾ ഇൻസൈഡ് ദ വെസൽ. സോ ഇതിനകത്ത് ഫ്രീ ഫോൾ ആയിട്ട് വെസലിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടുവാണ് ചെയ്യുക. ഇതാണ് മെഷീന്. സോ ഇതിൻ്റെ പടമൊക്കെ വരച്ചൊക്കെ പഠിക്കാനൊക്കെ നിങ്ങൾ നോക്കണം. സോ റെഫറൻസ് ടെക്സ്റ്റ് ബുക്കിൽ ഇച്ചിരി കൺസ്ട്രക്ഷൻ പറയുന്നുണ്ട് കേട്ടോ, 2 ബാർ ഉണ്ട്, സോ 2 ഇങ്ങനെ കണക്റ്റഡ് ആണ്, ഇങ്ങനെ കറങ്ങുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സോ ബേസിക്കലി എൻ്റെ പ്രിൻസിപ്പിൾ മാത്രം മനസ്സിലാക്കുക. വി ഷേപ്പ് കണക്റ്റഡ് ഷെൽസ് ആണ്, അതങ്ങനെ നല്ല പോലെ ടംബ്ലിംഗ് മോഷൻ കൊടുത്തുകൊണ്ടിരിക്കും. ഇതാണ് ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആദ്യമേ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും കേട്ടോ. സോ വി ഷേപ്പ് കണക്റ്റഡ് ഷെല്ലാണെന്നുള്ളത് മനസ്സിലാക്കുക. വി ഷേപ്പ് ആയിട്ടുള്ള 2 കണക്റ്റിംഗ് ബ്ലെൻഡിങ് ഷെൽസുകൾ ഉണ്ട്, അതിങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുവാണ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് ഫ്രീ ഫോളിംഗ് ഇൻസൈഡ് വെസൽസിനകത്ത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് മെറ്റീരിയൽ സ്പ്ലിറ്റ് ചെയ്ത് റീകോമ്പിൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ മിക്സ് ആയിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ് അവിടെ നടക്കുന്നത്. ഇനി ഇതിലെ ക്യാരക്ടേഴ്സ് പറയാം. സോ മെറിറ്റ് പറയുവാണെങ്കിൽ ലാർജർ കപ്പാസിറ്റിയിൽ അവൈലബിൾ ആണ്, ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, മിനിമം മെയിൻ്റെനൻസ് ആണ്. നോക്കിയേ, മെയിൻറ്റെയിൻ ചെയ്യാൻ വല്ല പാടുണ്ടോ, ഒരു പാടുമില്ല അല്ലേ. സോ നെക്സ്റ്റ് വൺ ഡീമെറിറ്റ് ആണ്, ഹൈ ഹെഡ് സ്പേസ് ഫോർ ഇൻസ്റ്റലേഷൻ ആൻഡ് നോട്ട് സൂട്ടബിൾ ഫോർ ഫൈൻ പാർട്ടിക്കിൾ സീരിയൽ ഡൈലൂഷൻ റിക്വയർഡ്. കണ്ടോ, ഇതിനകത്ത് ഉള്ള പ്രശ്നം വെച്ചാൽ ഈ ഒരു മെഷീൻ കാണുമ്പോൾ ഇച്ചിരി കോംപ്ലക്സ് ആണ് അല്ലേ. സോ കോംപ്ലക്സും ആയതുകൊണ്ട് തന്നെ അത് ഇച്ചിരി നമുക്ക് അതിൻ്റെ ഒരു സ്പേസ് ഒക്കെ ചിലപ്പം നമുക്ക് അത്ര എടുത്തു എന്ന് വരാം. അത് മാത്രമല്ല ഫൈൻ പാർട്ടിക്കിളിന് സ്യൂട്ടബിൾ ആകില്ല എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ, ചില ടെക്സ്റ്റ് ബുക്കിൽ നോക്കുവാണെങ്കിൽ ഇൻലെറ്റ് ഇവിടെയും ഔട്ട്ലെറ്റ് ഇവിടെയും ആയിരിക്കും. ചില സമയത്ത് ബോത്ത് ഇൻലെറ്റ് 2 സൈഡിലും വരാം, താഴെ ആയിരിക്കും ഔട്ട്ലെറ്റ് വരിക കേട്ടോ. അത് മാറിയും തിരിഞ്ഞൊക്കെ ഇരിക്കാം, അത് എങ്ങനെ വേണമെങ്കിലും ആകാം. സോ മെഷീൻസ് അല്ലേ, മെഷീൻ്റെ പ്രിൻസിപ്പിൾ സെയിം ആണ്, പക്ഷെ അതിൻ്റെ ഒരു കൺസ്ട്രക്ഷനിലെ ഡിഫറൻസ് വന്നേക്കാം. യൂസ് പറയുവാണെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ മിക്സിങ്ങിന് യൂസ് ചെയ്യാറുണ്ട്, ഫുഡ് പ്രൊഡക്റ്റിന് മിക്സിങ്ങിന് യൂസ് ചെയ്യാറുണ്ട്, കോസ്മെറ്റിക് പ്രൊഡക്റ്റിന്റെ മിക്സിങ്ങിനും യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. സെക്കൻഡ് വൺ ഈസ് റിബൺ ബ്ലെൻഡർ ആണ്. സോ ഇതാണ് റിബൺ ബ്ലെൻഡർ കേട്ടോ. സോ ഇതിനകത്തൊരു റിബൺ പോലെയൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. ഒരു ഹെലിക്കൽ റിബൺ ഉണ്ടായിരിക്കും, അത് എൻക്ലോസ്ഡ് ആയിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഈ റിബൺ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ റിബൺ പോലത്തെ ഒരു മിക്സർ ഉണ്ടായിരിക്കും, ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും, ഈ ബ്ലേഡ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും, അതിനകത്ത് ഈ പൊടികളും ഒക്കെ ഉണ്ടാവും, അത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആയി കിട്ടുന്ന പരിപാടിയാണ് ഇവിടെ ഉണ്ടാവുന്നത് കേട്ടോ. സോ ബേസിക്കലി പ്രിൻസിപ്പിൾ പറയുവാണെങ്കിൽ മിക്സിംഗ് ബൈ ഷിയർ ട്രാൻസ്ഫർ ബൈ മൂവിംഗ് റിബൺ ഷേപ്പ് ബ്ലെൻഡർ അല്ലെങ്കിൽ ബ്ലേഡ്സ് ഇൻ ഫിക്സഡ് ഷെൽ. സോ ഇതിനകത്ത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്ലേഡ്സ് ഉണ്ട്, ആ ബ്ലേഡ്സ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും, ഒരു ബിയറിംഗ് ബോക്സ് ഉണ്ട് കേട്ടോ, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ബ്ലേഡ് ഇങ്ങനെ കറങ്ങി മിക്സ് ആവുന്ന രീതിയിലേക്കാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ കൺസ്ട്രക്ഷൻ പറയുകയാണെങ്കിൽ യു ഷേപ്ഡ് ടഫ് വിത്ത് ഡബിൾ ഹെലിക്കൽ റിബൺ അജിറ്റേറ്റഡ് റൊട്ടേറ്റിംഗ് വിത്ത്. സോ ബേസിക്കലി ഒരു യു ഷേപ്പ് ടഫിലാണ് ഇപ്പോൾ ഉള്ളത്. എവിടെ നോക്കി, യു ഷേപ്പ് അല്ല ഇരിക്കുന്നത് അല്ലേ, യു ഷേപ്പ് ടഫിലാണ് ഇരിക്കുന്നത്. സോ ഇതിനൊരു ലിഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ നോക്കുവാണെങ്കിൽ കേട്ടോ, ഇതിപ്പോൾ നമ്മൾ സൈഡ് വ്യൂ ആണ് നമ്മൾ ഇത് കാണുന്നത്, നമ്മൾ നേരെ നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുക കേട്ടോ. സോ അതിനകത്ത് യു ഷേപ്പിലാണ് ഉള്ളത്. സോ അതിനകത്ത് എന്താണ് ഹെലിക്കൽ റിബൺ അജിറ്റേറ്റേഴ്സ് ഉണ്ട്, അതിന് കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ റിബൺസുകൾ ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലേക്ക് കണക്ട് ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ കറങ്ങി എന്ത് ചെയ്യുന്നു, അതിനകത്ത് പ്രോപ്പർ മിക്സിംഗ് നടക്കുന്നു എന്നുള്ളതാണ് പരിപാടി. സോ റിബൺ ബ്ലെൻഡറിന്റെ അഡ്വാൻറ്റേജ് എന്താണ്, എഫിഷ്യൻസി, നല്ല ബ്ലെൻഡ് ചെയ്ത് നമുക്ക് കിട്ടും. വേഴ്സറ്റാലിറ്റി, നമുക്ക് ഇപ്പോൾ ഫുഡ് വേണമെങ്കിൽ ഫുഡ്, പെയിന്റ് വേണമെങ്കിൽ പെയിന്റ്, നമുക്ക് എന്ത് സൂട്ടബിൾ മെറ്റീരിയൽസും യൂസ് ചെയ്യാൻ പറ്റും. കപ്പാസിറ്റി പറയുവാണെങ്കിൽ ചെറുത് മുതൽ വലുത് വരെ നമുക്ക് പോസിബിൾ ആണ്. പ്രൊട്ടക്ഷൻ പറയുവാണെങ്കിൽ നോക്കിയേ, സേഫ് ഗാർഡ് മോട്ടർ ആൻഡ് മിക്സർ ഫ്രം ഓവർലോഡ്. അതായത് ബേസിക്കലി ഇത് ഫുള്ളി ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സേഫ്റ്റി ഒക്കെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും കണ്ടോ, സേഫ്റ്റി ഒക്കെ നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. അങ്ങനെ വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ്. പക്ഷേ ലിമിറ്റേഷൻ ഉണ്ട്, എനർജി കൺസർവേഷൻ, ഹൈ പവർ റിക്വയർഡ് ആണ്, എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇത് നമുക്ക് കറക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ്. 2 മിക്സിംഗ് ക്വാളിറ്റി, 2 ഡയമെൻഷൻ പാർട്ടിക്കിൾ മൂവ്മെന്റ് ലിമിറ്റ് മിക്സിംഗ് എഫക്റ്റീവ്നെസ്. കണ്ടോ, അതായത് ഇപ്പോൾ നമ്മൾ പാർട്ടിക്കിൾസ് ഒക്കെ തന്നെ 2 ഡയമെൻഷൻ പാർട്ടിക്കിൾസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എല്ലാം ഹോമോജനസ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് അല്ല എന്ന് നിങ്ങൾ കരുതിക്കോളൂ. അങ്ങനെയാണെങ്കിൽ മിക്സിംഗ് ക്വാളിറ്റി ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുമോ, ഇല്ല അല്ലേ. ബേസിക്കലി നമ്മൾ റോ മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോഴും ഹോമോജനിക് ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എല്ലാം ഒരുപോലെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മിക്സിംഗ് ക്വാളിറ്റി നല്ലതാണെന്ന് പറയാൻ പറ്റും. സ്പീഡ് കൺട്രോൾ പറയുവാണെങ്കിൽ സ്പീഡ് ലിമിറ്റ് ഫ്ലെക്സിബിൾ ആണോ എന്ന് വെച്ചാൽ അല്ല, അത് ലിമിറ്റഡ് ആണ്. നമുക്ക് എപ്പോഴും ഒരേപോലെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല
പറ്റിയെന്ന് വരില്ല. ആൻഡ് ഡെഡ് സ്പോട്ട്, അതായത് അൺമിക്സിങ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഡിസ്ചാർജ് വാൽവോ അല്ലെങ്കിൽ സെൻട്രൽ ആക്സസിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ അൺമിക്സ്ഡ് ഏരിയ ഉണ്ടായിരിക്കും. ഇവിടെ നോക്കിയേ, ഈ ഭാഗമൊക്കെ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ ഈ പൊടിയൊക്കെ കയറി ഇരുന്നിട്ട് അവിടത്ത് മാത്രം മിക്സ് ആവില്ല, അല്ലെങ്കിൽ ആ ഒരു പോയിന്റിൽ മാത്രമുള്ള സാധനങ്ങൾ മിക്സ് ആവാതെ വേണമെങ്കിൽ ഇരിക്കാം എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ് എന്നുള്ളതാണ്. ഇത്രയാണ് ലിമിറ്റേഷൻ ഉള്ളത്. നെക്സ്റ്റ് വൺ സിഗ്മ ബ്ലേഡ് മിക്സർ ആണ്. സോ വലിയ അടിപൊളി പിക്ചറൊന്നും അല്ല കേട്ടോ. 2 ബ്ലേഡ്സ് ഉണ്ട്, അതിനെ കറങ്ങുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സൈഡ് വ്യൂവും എൻ വ്യൂ ആണ്. സോ സിഗ്മ ബ്ലേഡ് മിക്സർ എന്താണ്? സിഗ്മ ബ്ലേഡ് മിക്സർ, സോ പ്രിൻസിപ്പിൾ പറയുവാണെങ്കിൽ ഷിയറിംഗ് ആക്ഷൻ ആണ്. അതായത് ഇന്റർ മെഷിംഗ് സിഗ്മ ഷേപ്ഡ് ബ്ലേഡ്സ് ഉണ്ട്. സോ ഇതിനകത്ത് തന്നെ ഓൾറെഡി നമുക്ക് സിഗ്മ ഷേപ്പുള്ള ബ്ലേഡ്സുകൾ ഉണ്ട്. അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്ന കാരണമാണ് നമുക്ക് മിക്സിംഗ് കിട്ടുന്നത്. കൺസ്ട്രക്ഷൻ പറയുവാണെങ്കിൽ യു ഷേപ്പ് ട്രഫ് വിത്ത് സിഗ്മ സ്പേസ്ഡ് ബ്ലേഡ് റൊട്ടേറ്റിംഗ് ഇൻസൈഡ്. സോ ബേസിക്കലി നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞതുപോലെ തന്നെ യു ഷേപ്പ് ആയിട്ടുള്ള ട്രഫ് ഉണ്ട്, അതിനകത്ത് സിഗ്മ ബ്ലേഡ്സ് ഉണ്ട്, അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുവാണ്. വർക്കിംഗ് പറയുവാണെങ്കിൽ ഹയർ ഷിയർ ആണ് ആൻഡ് നീഡിങ് ആക്ഷൻ ഫോർ വിസ്കസ് മെറ്റീരിയൽ. സോ നമ്മൾ വിസ്കസ് മെറ്റീരിയലിനൊക്കെ ഈ നീഡിങ് ആക്ഷൻ ഉണ്ടാവില്ല, മറ്റേ ഇടിച്ച് കുഴക്കുന്ന ഒരു സംഭവമില്ല, ആ ഒരു നീഡിങ് ആക്ഷനൊക്കെ ഈ ബ്ലേഡ് കൊണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഹൈ ഷിയർ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. സിഗ്മ ബ്ലേഡ്സ് ഉണ്ട്, അതിങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ്. സോ മെറിറ്റ് പറയുവാണെങ്കിൽ മിനിമൽ ഡെഡ് സ്പേസ്, അങ്ങനെ ഒരു ഭാഗത്ത് പോയി മിക്സ് ചെയ്യാതിരിക്കാത്തൊരവസ്ഥയൊന്നുമില്ല. ഐഡിയൽ ഫോർ ഹൈ വിസ്കോസിറ്റി മെറ്റീരിയൽ ആണെങ്കിൽ പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഹാൻഡ്ലിംഗ് വിസ്കോസിറ്റി എന്ന് പറയുന്നത് 10 lakh സെൻട്രി പോയിസ് വരെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഡീമെറിറ്റ് പറയുവാണെങ്കിൽ ഫിക്സഡ് സ്പീഡ് റൊട്ടേഷൻ ആണ്. അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എല്ലാം ഫിക്സഡ് ആയിട്ടുള്ള സ്പീഡ് റൊട്ടേഷൻ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഹൈ പവർ കൺസപ്ഷൻ ആണ്. അപ്പോൾ ഈ ബ്ലേഡ്സുകളെല്ലാം ഒരു ഏകദേശം ഫിക്സഡ് ആണ്, നമുക്ക് അങ്ങനെ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതൊന്നും നമുക്ക് മിക്കവാറും എല്ലാ ബ്ലേഡുകളിലും ഇല്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഇസ് പ്ലാനറ്ററി മിക്സർ ആണ്. പേര് പറയുന്നത് പോലെ തന്നെ ഒരു പ്ലാനറ്ററി മൂവ്മെന്റ് ഉണ്ടെന്നുള്ളതാണ്. സോ മൾട്ടി ബ്ലേഡ്സ് റിവോൾവ് ആൻഡ് റൊട്ടേറ്റ് സൈമിൾട്ടേനിയസ്ലി. ഇതിനകത്ത് നമ്മൾ മൾട്ടി ആയിട്ടുള്ള ബ്ലേഡ്സുകൾ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്ന പിക്ചർ ഏകദേശം ഇതുപോലെ തന്നെയാണ്. അത് തന്നെ പല ഷേപ്പിലൊക്കെ ഉണ്ടാവും കേട്ടോ, ഇങ്ങനെ റായിൽ ഉണ്ടാവും, അങ്ങനെ പല ഷേപ്പുകൾ ഉണ്ടാവും. സോ മൾട്ടി ഹിഞ്ചഡ് ബ്ലേഡ്സുകൾ ഉണ്ടായിരിക്കും. ആ ബ്ലേഡുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് എങ്ങനെ തന്നെ റിവോൾവ് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്, സൈമിൾട്ടേനിയസ്ലി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കൺസ്ട്രക്ഷൻ പറയുവാണെങ്കിൽ വെർട്ടിക്കൽ സിലിണ്ടറൽ ഷേപ്പ് വിത്ത് റിമൂവ് ബവൽ ആൻഡ് ടോപ്പ് മൗണ്ട് ബ്ലേഡ്. സോ ബേസിക്കലി ഇങ്ങനെ ഒരു കപ്പ് പോലെ ഉണ്ടായിരിക്കും, അതിനകത്തേക്ക് നമ്മൾ ഈ ബ്ലേഡ് ഇറക്കി വെക്കുവാണ് ചെയ്യേണ്ടാവുക. സോ വർക്കിംഗ് പറയുവാണെങ്കിൽ മെറ്റീരിയൽ ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും, വീണുകൊണ്ടേയിരിക്കും. ആ ഇന്നർ സിലിണ്ടറിൽ കൂടെ ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതനുസരിച്ച് എന്ത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് പ്ലാനറ്ററി മിക്സർ വർക്ക് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ പറയാൻ പോകുന്ന ചൂസിങ് ദ റൈറ്റ് മിക്സർ ആണ്. നമ്മൾ എങ്ങനെയാണ് ഒരു മിക്സറിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ട്വിൻ ഷെൽ ബ്ലെൻഡർ ആണ് എന്നുണ്ടെങ്കിൽ ഡ്രൈ മിക്സിംഗ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ ഫുഡ് പ്രൊഡക്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി റിബൺ ബ്ലെൻഡർ ആണ് എന്നുണ്ടെങ്കിൽ ഡ്രൈയും വെറ്റും പറ്റും എന്നുള്ളതാണ്. സിഗ്മ ബ്ലേഡ് ആണെങ്കിൽ ഹൈ വിസ്കോസിറ്റി മെറ്റീരിയലും വെറ്റ് ഗ്രാനുലേഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പ്ലാനറ്ററി ആണ് എന്നുണ്ടെങ്കിൽ ക്വിക്ക് മിക്സിംഗ്, നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്യണം. ഫുഡ് കെമിക്കൽ ഇൻഡസ്ട്രീസിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക. സോ എല്ലാത്തിനും ഡയഗ്രാം പഠിക്കുക, കൺസ്ട്രക്ഷൻ പഠിക്കുക, പ്രിൻസിപ്പിൾ പഠിക്കുക. ഇത് നമ്മൾ ഒരുപാട് ഇങ്ങനെ വാരിക്കോരി നമ്മുടെ റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പ്രിൻസിപ്പിൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തും എഴുതാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പം റെഫറൻസും കൂടെ വായിക്കുക, അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ഈ പ്രിൻസിപ്പിളും കൂടെ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നെക്സ്റ്റ് വേണം. താങ്ക് യു.